ഹായ് ഹലോ നിലാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നിലാ ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയിലെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റായിപ്പോയി അപ്ലോഡ് ചെയ്യാനായിട്ട്. നമ്മളൊരു 6:30 ആയപ്പോഴത്തേക്കും വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ കൊളപ്പ എന്ന സ്ഥലത്ത് ചിൽക്കീസ് എന്ന് പറയുന്ന ഐസ്ക്രീം പാർലറിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസ് എടുക്കാനേ പറ്റുള്ളൂ. അന്ന് അവിടെ അവധി ആയതുകൊണ്ട് അതും മഴയായിരുന്നു, അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല അന്ന് നമ്മൾ പകലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നൈറ്റാണ് പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രാത്രിയിൽ പോകുമ്പോഴായിരുന്നു നല്ലൊരു വൈബ് ഉണ്ടായിരുന്നത്. പകലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്, എന്നാലും അതിനെക്കാട്ടി കൂടുതൽ കുറച്ചിങ്ങനെ ലൈറ്റിൻ്റെ വെളിച്ചവും അതൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നൈറ്റ് അവിടുത്തെ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലാ ബേബി പുതിയ ഡ്രസ്സൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. കെൻസ് ബുട്ടിക് എന്നായിരുന്നു ആ ഇൻസ്റ്റഗ്രാം പേജ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു, കറക്റ്റ് ക്യൂട്ടായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യം വന്നില്ല, കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നു. ജസ്റ്റ് ഒരു മോഡൽ അവരുടെ തന്നെ പേജിൽ ഒരു മോഡൽ ഞാനിങ്ങനെ കണ്ടു, അന്നേരമാണ് കൊടുത്തത്. അപ്പോൾ കറക്റ്റ് അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നു. കളറിനും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല, കറക്റ്റ് അതേ കളർ നമ്മൾ ഫോട്ടോയിൽ എന്താണോ കണ്ടത് അതേ കളറിൽ തന്നെ എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളവിടെ അശ്വന്തും കൂടെ വരാൻ വേണ്ടിയിട്ട്, അവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരണമായിരുന്നു. അപ്പോൾ അവനും കൂടി വന്നിട്ട് കേക്ക് കട്ടിങ് ചെയ്യാനാണ് വിചാരിച്ചത്. അതുകൊണ്ട് നമ്മൾ അവിടെ നടന്ന് ഫുൾ അവിടെയൊക്കെ ചുറ്റി കണ്ടു. പിന്നെ നിലാ ബേബിയും നമ്മളൊക്കെ ആയിട്ടൊരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഞാനും ഏട്ടനും കൂടി അവളെ നടത്തിയിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നടത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അവൾ ഫുൾ ഹാപ്പി ആയിരുന്നു, കാരണം അവിടെ ഫുള്ള് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പാർക്ക് പോലെയായിരുന്നു, കാരണം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമുണ്ട്, ഫുഡ് കഴിക്കാൻ സ്ഥലമുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ബർത്ത്ഡേ പാർട്ടി അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാർട്ടി ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്ലേസാണ് ഈ പറയുന്ന ചിൽക്കീസ് എന്ന് പറയണത്. പിന്നെ അവൾ കുറേ നേരം അവൾക്ക് ഈ ലൈറ്റിൻ്റെ വെളിച്ചവും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ബഹളവും എല്ലാമൊക്കെ കണ്ടപ്പം വളരെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ നല്ല പുതിയ ഡ്രസ്സിലല്ലേ ആളുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെ നമ്മൾ അവളിങ്ങനെ നടത്തി കുറേ തവണ ഇങ്ങനെ നടത്തി ഫോട്ടോ എടുക്കാൻ നോക്കും. അങ്ങനെ നടത്തുന്നിടത്ത് ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നീട് അവളുടെ ഓരോ ആക്ഷൻസ് ആയിരുന്നു കേട്ടോ. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, അവരെല്ലാവരും അവളെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു, അതായത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. പിന്നീട് ഏട്ടൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാം, അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ മുളയായിരുന്നു ബാക്കിലുണ്ടായിരുന്നത്. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇരിക്കാനായിട്ട് തടി കൊണ്ടുള്ള ഒരിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ അവിടെ വന്ന് ഇരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു കേട്ടോ, കാരണം ഡ്രസ്സിൻ്റെ ബാക്കിൽ തന്നെ ഇവളുടെ പേരോട് കൂടി ഒരു ടെയിലും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ കുറേ ശ്രമിച്ചു. അവൾ അടങ്ങി നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കി ഇരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവസാനം എന്തായാലും 2-3 ഫോട്ടോ ഒക്കെ സെറ്റായിട്ട് കിട്ടി. പിന്നീട് നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്ന് കറങ്ങുന്നൊരു ഇത് കണ്ടു, എനിക്ക് പേരറിയില്ല കേട്ടോ ഇതിൻ്റെ. അത് കണ്ടപ്പോൾ അതിനകത്ത് ഇരിക്കണമെന്ന് തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഇവളെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുത്താനായിട്ട്. പിന്നെ ഞാൻ എന്തായാലും ഇരിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ഓരോ സൈഡിലായിട്ടും എല്ലാവരും ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന്, കാരണം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ കറക്കി ഇട്ടുകൊണ്ടിരുന്നു. ആളവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഇതിനിടയ്ക്ക് തല കുലുക്കുന്നുണ്ട്, കാരണം ഓൾറെഡി അവിടെ പാട്ടുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ചിട്ട് അവൾ തല കുലുക്കുന്നുണ്ട്. പിന്നെ ഇവരെല്ലാവരും നിന്ന് ചുറ്റും നിന്നിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ കുറച്ച് നേരം ആയപ്പോഴത്തേക്കും അവൾ അവിടുന്ന് അതിനകത്തുനിന്ന് ഇറങ്ങി. പിന്നെ ഞാനും അവളുടെ കൂടെ അവിടെ കയറി ഇരുന്നിട്ട് ഞാനും ഒന്ന് ചുമ്മാ ആഗ്രഹമുണ്ടല്ലോ വെറുതെ കയറിയിരുന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ചുമ്മാ അതിൽ കയറിയിരുന്നു. കുറച്ച് നേരം അങ്ങനെ സമയം പോയി. ഞാനും കൂടെ ഉള്ളത് കൊണ്ട് അവൾ നിൽക്കുകയാണ് ചെയ്തത്. നല്ല ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ ഏട്ടനെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഏട്ടനെ നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കസിൻസ് എല്ലാം കൂടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ കറക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വൈകിട്ട് പോകുമ്പോൾ നല്ലൊരു വൈബാണ്. നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് വരാനേ തോന്നത്തില്ല, അങ്ങനെ ഒരു ഫീലായിരുന്നു. അങ്ങനെ കുറേ നേരം അവരുമായിട്ട് പിന്നെ അവിടെ ഇതുപോലെ ഇരുന്ന് ടാറ്റയൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിലേറ്റവും ചെറിയ കുട്ടിയായിരുന്നു നമ്മുടെ അച്ഛൻ്റെ തൊട്ട് പുറകെ ബാക്കിലിരിക്കുന്ന ഫോൺ പിടിച്ചിരിക്കുന്ന ആൾ, നമ്മുടെ മാമനാണ്. അപ്പോൾ ആൾ പാർക്കിൽ വന്നതിന് ശേഷം കുട്ടികളുടെ മനസ്സായിരുന്നു കേട്ടോ. അല്ലെങ്കിലും കുട്ടികളുടെ മനസ്സാണ്, പാർക്കിൽ വന്നപ്പോഴത്തേക്ക് അത് കുറച്ചും കൂടി അങ്ങ് കൂടി. കുറേ കഴിഞ്ഞപ്പോൾ അച്ചു ഇങ്ങ് ഇറങ്ങി. പിന്നെ നിലയും മാമനും അമ്മവും കൂടി ആയിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മാമനും അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിലയും അമ്മയും മാത്രമായിട്ട് അവിടെ ഇരുന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഒരു പ്ലേസ്. നല്ല എന്താ പറയുക, നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നല്ല മെലഡി സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇച്ചിരി കുറച്ച് നേരം അവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും അതും അച്ചുവും ഒക്കെ വീണ്ടും അതിലിരുന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അതിന് നല്ല പേടിയുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് നല്ല സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് പൊട്ടിയാണ് തറയിൽ വീഴുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തത് അതിനകത്ത് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിലായിരുന്നു നമ്മൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഫോട്ടോ സെക്ഷനായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലിങ്ങനെ മാറി മാറി പോയിട്ട് നിലു ബേബി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇരുത്തിയപ്പോൾ അവൾ നിന്ന് പാട്ടൊക്കെ കേട്ടിട്ട് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. ഈ കേൾക്കുന്ന പാട്ട് ആ ഒരു സമയത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് കേട്ടാൽ എപ്പോഴായാലും അവൾ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ ഒരു പക്ഷെ അവൾ കരയുന്ന സമയത്തായാലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു പാട്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഊഞ്ഞാലിൽ അവളെ കൊണ്ടിങ്ങനെ ഇരുന്നത്. പക്ഷെ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് വെച്ച് കൊടുത്തത്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നൈസായിട്ട് അങ്ങ് ഇരുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുത്തി വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീട് കളിപ്പിച്ച് അമ്മുവിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതേ സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്ന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പം കരയാതിരിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ കുട്ടികൾ ഊഞ്ഞാലൊക്കെ ആടുന്നത് കണ്ടിട്ട് അത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന കണ്ടിട്ട് ആഗ്രഹം തോന്നിയിട്ട് ഞാനും നിലാ ബേബീനെയും കൊണ്ടിട്ട് ഊഞ്ഞാലിൽ ഇരുന്നു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴത്തേക്കും അശ്വന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ നിലേനെ എടുക്കാനായിട്ട് നോക്കി. പക്ഷെ അവൾ കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കയ്യിൽ പോയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ രണ്ട് കമ്പിയിലും പിടിച്ചിങ്ങനെ എൻ്റെ മുഖത്തേക്ക് തന്നെ നിൽക്കുമായിരുന്നു, തിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ ഒക്കെ അവിടെ നിർത്തി വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഓൾറെഡി അവരുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന പ്ലേസ് ഉണ്ട്, ഒരു ഹോളുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റായിട്ട് പോയി അപ്പോൾ തന്നെ അവരോട് സംസാരിച്ചു. അങ്ങനെ അപ്പോൾ അവർ ടേബിൾ തന്നു. അപ്പോൾ നമ്മൾ തന്നെ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു. കേക്ക് ഓൾറെഡി നമ്മൾ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതാദ്യം നടക്കട്ടെ.
നമ്മൾ രണ്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയൊക്കെ വീഡിയോ കോളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രണ്ടാളും കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. നിലയ്ക്ക് വീണ്ടും കേക്ക് വേണമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. പിന്നീട് വീഡിയോ കോളിലൂടെ വന്ന് ചേച്ചിക്ക് കേക്ക് കൊടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. എനിക്ക് പെട്ടെന്ന് അവരൊക്കെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ നല്ലതായിട്ട് വിഷമം വന്നിട്ടുണ്ടായിരുന്നു. കാരണം നിലയുടെ ബർത്ത്ഡേ ഇങ്ങനെയൊന്നുമല്ല നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ കോളിൽ അവരെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു സങ്കടം തോന്നി. അതിനുശേഷം ഗിഫ്റ്റ് തരുന്ന ചടങ്ങായിരുന്നു കേട്ടോ. കസിൻസ് അതുപോലെ മാമനൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നാന്ന് പറയുമ്പോഴത്തേക്കും അവളത് വാങ്ങുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാമനായിരുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതവൾ വാങ്ങിയിട്ട് വിടുന്നുണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് കവർ താഴെ വെക്കാൻ വേണ്ടിയിട്ട് പിടിച്ചപ്പോൾ പോലും അവൾ വിടുന്നുണ്ടായിരുന്നില്ല. അതിങ്ങനെ പിടിച്ചോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കയറി നടന്നു. അപ്പോഴത്തേക്കും കുറച്ചും കൂടി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും അപ്പോൾ ആ സമയത്തൊക്കെയും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ നൈറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യൂ എന്ന് പറയണത്. അപ്പോൾ പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും പോകണമെന്ന് തന്നെയാണ് ഞാൻ പറയണത്. നല്ല ഭംഗിയാണ് നൈറ്റ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തു. ഫുഡൊക്കെ വന്നു. അങ്ങനെ നമ്മളിനി കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ പത്തിരിയും അതുപോലെ തന്നെ പത്തിരി എന്ന് വെച്ചാൽ പൊറോട്ടയാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ പത്തിരി എന്നും പറയാറുണ്ട്. അപ്പോൾ പൊറോട്ടയും അതുപോലെ തന്നെ നമ്മൾ പത്തലും ചിക്കൻ തന്തൂരിയും ലൈം ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫുഡെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നിലേൻ്റെ ബർത്ത്ഡേ ഇത്രയ്ക്ക് അടിപൊളിയാവുമോ എന്നുള്ളത് ഞാനും ഏട്ടനും ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്